നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. പനി മാറിയ ശേഷവും വിട്ടുമാറാത്ത ചുമ പലരെയും അലട്ടുന്ന ഒരു സാധാരണ പ്രശ്നമാണിത്. സാധാരണയായി പനി, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങൾ 4-5 ദിവസത്തിനുള്ളിൽ മാറും. എന്നാൽ ചിലരിൽ ചുമ മാത്രം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നത് കാണാം. ഈ അവസ്ഥയെ വൈദ്യശാസ്ത്രത്തിൽ പോസ്റ്റ് ഇൻഫെഷ്യസ് കഫ് എന്നാണ് വിളിക്കുന്നത്. പനി മാറിയിട്ടും എന്തുകൊണ്ടാണ് ചുമ തുടരുന്നത്? ഇതിനു പിന്നിലെ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും ഇപ്പോൾ വിശദമായി നോക്കാം. പനിയുണ്ടാക്കുന്ന വൈറസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്വാസനാളത്തിലെ കോശങ്ങളെ അവ ദോഷപ്പെടുത്താറുണ്ട്. പനി മാറിയാലും ഈ കോശങ്ങൾ പൂർണ്ണമായും സുഖം പ്രാപിക്കുവാൻ കുറച്ച് സമയമെടുക്കും. ഈ ഘട്ടത്തിൽ ശ്വാസനാളം അതീവ സെൻസിറ്റീവായി മാറുന്നു. അതിനാൽ വായു സഞ്ചാരം കടക്കുമ്പോൾ, തണുത്ത കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ അകത്തേക്ക് കടക്കുമ്പോഴൊക്കെ ശ്വാസനാളം പെട്ടെന്ന് പ്രകോപിതമാകുന്നു. ഇതാണ് നിർത്താതെ വരുന്ന ചുമയ്ക്ക് പ്രധാന കാരണം. സാധാരണയായി 3 ആഴ്ച വരെ ഇത്തരത്തിലുള്ള ചുമ നീണ്ടു നിൽക്കാം. ഇത് ശ്വാസകോശത്തെ സംരക്ഷിക്കുവാൻ ശരീരം നടത്തുന്ന ഒരു സ്വാഭാവിക പ്രതിരോധ പ്രവർത്തനമായാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ശ്വാസനാളത്തിൽ അടിഞ്ഞുകൂടുന്ന കഫത്തിന്റെ അംശമാണ്. പനി മാറിയാലും ശ്വാസകോശത്തിന്റെ ഉൾഭാഗങ്ങളിൽ കഫം അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് പുറന്തള്ളുവാനായി ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് തുടർച്ചയായ ചുമയായി അനുഭവപ്പെടുന്നത്. കൂടാതെ പനിക്ക് ശേഷമുണ്ടാകുന്ന പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന അവസ്ഥയും ഇതിന് കാരണമാകുന്നുണ്ട്. മൂക്കിനുള്ളിലെ ദ്രാവകം തൊണ്ടയുടെ പിൻഭാഗത്തേക്ക് ഒഴുകുന്നത് തൊണ്ടയിൽ അസ്വസ്ഥതയുണ്ടാക്കുകയും ചുമ പ്രേരിപ്പിക്കുകയും ചെയ്യും. ആസ്മയോ അലർജിയോ ഉള്ളവരിൽ ഈ ചുമ കൂടുതൽ കാലം നീണ്ടു നിൽക്കുവാൻ സാധ്യതയുണ്ട്. വിട്ടുമാറാത്ത ഈ ചുമയെ പ്രതിരോധിക്കുവാൻ പ്രകൃതിദത്തമായ മാർഗങ്ങളും ശരിയായ ജീവിതശൈലിയും സ്വീകരിക്കാവുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇത് കഫത്തെ അലിയിച്ചു കളയുവാനും ശ്വാസനാളത്തിലെ ഈർപ്പം നിലനിർത്തുവാനും സഹായിക്കും. ഉപ്പുവെള്ളം ഉപയോഗിച്ച് തൊണ്ട കുലുക്കുഴിയുന്നത് തൊണ്ടയിലെ നീർക്കെട്ട് കുറയ്ക്കുവാനും അണുക്കളെ നശിപ്പിക്കുവാനും സഹായിക്കും. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് 1 ടീസ്പൂൺ തേൻ കഴിക്കുന്നത് തൊണ്ടയിലെ അസ്വസ്ഥത കുറയ്ക്കുവാൻ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കൂടാതെ ആവി പിടിക്കുന്നത് ശ്വാസതടസ്സം മാറുവാനും കഫം പുറത്തു പോകുവാനും ഏറെ നല്ലതാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് വേഗത്തിൽ മുക്തി നേടുവാൻ സഹായിക്കും. പുകവലി, പൊടിപടലങ്ങൾ, രൂക്ഷമായ ഗന്ധമുള്ള പെർഫ്യൂമുകൾ, AC-യുള്ള മുറി എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കണം. കിടക്കുമ്പോൾ തലയൽപ്പം ഉയർത്തിവെച്ചുറങ്ങുന്നത് ശ്വാസമുട്ടലും ചുമയും കുറയ്ക്കുവാൻ സഹായിക്കും. തണുത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. പകരം ഇഞ്ചി, കുരുമുളക്, തുളസി എന്നിവ ചേർത്ത വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നത് ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. വിറ്റാമിൻ C അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും നല്ലതാണ്. പനിക്ക് ശേഷമുള്ള ചുമ മിക്കപ്പോഴും താൽക്കാലികവും അപകടകരമല്ലാത്തതുമാണ്. ശരിയായ വിശ്രമവും ഭക്ഷണക്രമവും ഉണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായി ഭേദമാകും. എന്നാൽ ചുമ 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ ചുമയ്ക്കൊപ്പം രക്തം വരികയോ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. കാരണം ഇത് ന്യൂമോണിയയോ മറ്റ് ഗുരുതര ശ്വാസകോശ രോഗങ്ങളോ ആയി മാറുവാൻ സാധ്യതയുണ്ട്. കൃത്യമായ പരിചരണവും മുൻകരുതലും ഉണ്ടെങ്കിൽ പനിക്ക് ശേഷമുള്ള ഈ അവസ്ഥയെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കുവാൻ സാധിക്കും.